മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ധർമ്മ ന്യൂസ് എന്ന് പറഞ്ഞ് www.dharmanews ഒറ്റ വാക്കാണ് .in dharmanews.in www.dharmaradio.net ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ. ധർമ്മ റേഡിയോ തുടങ്ങിയിട്ട് ഏതാണ്ട് 1.5 വർഷമായി. അമേരിക്കയിലെ ജയരാജ് എന്ന് പറയുന്ന വ്യക്തിയാണത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ധർമ്മ ന്യൂസ് എന്ന് പറയുന്നത് മാംഗ്ലൂരുള്ള ശ്രീ പ്രവീൺ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കമ്മ്യൂണിക്കേഷൻ ടീമിൻ്റെ കോർഡിനേറ്ററാണ്. അദ്ദേഹമാണത് വികസിപ്പിച്ചത്. നമ്മുടെ ഭാരതത്തെക്കുറിച്ച് അഭിമാനം തോന്നുന്ന കുറേ കാര്യങ്ങൾ നിരന്തരം അപ്ലോഡ് ചെയ്യാം. കുറേ പേര് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഇംഗ്ലണ്ടിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മിഡിൽ ഈസ്റ്റിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ബോംബെയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് അപ്പപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ധർമ്മ ന്യൂസും ധർമ്മ റേഡിയോയും പിന്നെ യൂട്യൂബും ബാക്കിയുള്ളതെല്ലാം എത്രത്തോളം ധന്യമായിട്ട് ഈ ഭാരതീയ പൈതൃകം എത്തിക്കുന്നതിന് സഹായിക്കുന്നു എന്ന് ഈ കേരളത്തിന് പുറത്തും ഭാരതത്തിന് പുറത്തും യാത്ര ചെയ്യുമ്പോൾ നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ശരിക്ക് അമേരിക്കയിൽ പോയപ്പോഴത്തേക്ക് കുറേ പേര് പറഞ്ഞത് നമ്മളെക്കുറിച്ച് എന്തും ഏതും പറയാം എന്നുള്ള അവസ്ഥ മാറി ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തിരിച്ചു പ്രതികരിക്കാൻ കപ്പാസിറ്റി ഉള്ളവരുണ്ട്. ഹിന്ദുക്കള് തനി ബുദ്ധിശൂന്യന്മാരാണ്, അവര് ഭയപ്പെടുന്ന ഭീരുക്കളാണ് എന്നുള്ള ധാരണയൊക്കെ മാറി അറിവുള്ളവരും പ്രതികരിക്കാൻ കഴിവുള്ളവരുമുണ്ട് എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തി. ഒരുപക്ഷെ അതിന് കാരണം ഈ അൾട്രാ മോഡേൺ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി നമ്മൾ ഉപയോഗിച്ച് പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ പഠിപ്പിക്കുന്നതുകൊണ്ടാണ്. ഒരാളല്ല, ധാരാളം പേരുണ്ട്. ധാരാളം പേര് പ്രവർത്തിക്കുന്ന കൂട്ടത്തിലും നമ്മളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സഹായകമാവുന്നത് പല പല വ്യക്തികളുടെ അഭിപ്രായങ്ങളാണ്. എല്ലാം നമ്മളുടെ തലയിൽ തന്നെ വന്നൊന്നും വരില്ല. പലരും സജഷൻ തരും, അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷൻ നടത്തിയിട്ട് ഇംപ്രൂവ്മെന്റിനുള്ള പോയിന്റുകൾ തരും, നല്ല വിമർശനാത്മകമായിട്ടുള്ള കമന്റുകൾ തരും, എതിർക്കുന്ന രീതിയിലുള്ള വരികൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. ശരിക്കും അതെല്ലാം വലിയൊരു അനുഗ്രഹമാണ്. ഏത് തരത്തിലുള്ള പ്രതികരണവും അനുഗ്രഹമാണ്. സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണെങ്കിലും അനുഗ്രഹമാണ്, എതിർക്കുന്നതാണെങ്കിലും പുച്ഛിക്കുന്നതാണെങ്കിലും അവഹേളിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ നിരാകരിക്കുന്നതാണെങ്കിലും ഏത് തരത്തിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒത്തിരി പ്രയോജനപ്പെടുത്തുന്ന ഒരു സംഘടനയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ്. ഇത്രയും ഞാൻ പറയാൻ കാരണം, ചിലപ്പോൾ ചിലര് 5, 6, 7, 8 പേജുകളിൽ ചില കത്തുകൾ എഴുതാറുണ്ട്, അവരുടെ അറിവുകൾ മുഴുവനും. യഥാർത്ഥത്തിൽ അതൊന്നും നമ്മൾ വായിച്ചു നോക്കാനുള്ള സമയം കണ്ടെത്താറില്ല, വായിച്ചു നോക്കാറില്ല. എഴുതാൻ ആഗ്രഹിക്കുന്നവര് ഒരു പാരഗ്രാഫിലോ 2 പാരഗ്രാഫിലോ പോയിന്റുകളായിട്ട് എഴുതാം. അതിൽ കൂടുതൽ എഴുതി കഴിഞ്ഞാൽ വായിക്കാനൊന്നും പറ്റില്ല. യാത്രകൾ ധാരാളമുണ്ട്. പക്ഷെ അത്ഭുതകരമായ രീതിയിൽ 2 കത്തുകൾ ഞാൻ ഈ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ കിട്ടിയ 2 കത്തുകളാണ്. ആ കത്തുകളിൽ അതിവിമർശനാത്മകമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അക്ഷരത്തെറ്റില്ലാതെ നല്ല കൈയക്ഷരം, നല്ല ഭാഷ. ഏതോ വിവരമുള്ള വ്യക്തിയാണ് എഴുതിയിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ആ കത്തിൽ സിഗ്നേച്ചർ പോലും ഇല്ല, ഫോൺ നമ്പറോ അഡ്രസ്സോ ഒന്നുമില്ല. അപ്പൊ ശരിക്ക് ഈ വേദത്തിലൊരു വരിയുണ്ട്, ബ്രാഹ്മണാഹ സന്തു നിർഭയ എന്നൊരു വാക്ക്. ബ്രാഹ്മണന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയിൽപ്പെട്ടവരല്ല, അറിവുള്ളവർ, വേദപണ്ഡിതന്മാരെന്നുള്ള അർത്ഥമാണ്. അറിവുള്ളവരെന്നുള്ള അർത്ഥമാണ് ബ്രാഹ്മണ എന്നുള്ളത്. അറിവുള്ളവർ നിർഭയരായിരിക്കണം. ആരെയാ ഭയപ്പെടുന്നേ? എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവര് ഒരു ഒപ്പിടാനുള്ള സാമാന്യ ധീരത പോലും കാണിക്കാതെ കുറെ
കാര്യങ്ങൾ എഴുതാം. അത് കയ്യിൽ കിട്ടിയ ഉടനെ ഞാൻ ആദ്യം നോക്കിയത് അഡ്രസ്സും സിഗ്നേച്ചറും ഉണ്ടോ എന്നാണ്. അഡ്രസ്സും ഇല്ല, പേരും ഇല്ല, സിഗ്നേച്ചറും ഇല്ല, ഫോൺ നമ്പറും ഇല്ല. അത് അങ്ങനെ തന്നെ അതേപോലെ അത് ചുരുട്ടി ഞാനത് ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടു. കാരണം അഭിപ്രായം പറയാൻ യോഗ്യതയുള്ളവരും വിമർശിക്കാൻ യോഗ്യതയുള്ളവരും പേരും ഫോൺ നമ്പറും കൂടി പറയാൻ യോഗ്യതയുള്ളവരാവണം. കാരണം അവർ തന്ന വിമർശനാത്മകമായിട്ടുള്ള അറിവിന് ഒരു അഭിനന്ദനം അറിയിക്കാൻ ആ ഫോൺ നമ്പർ ഉപയോഗിക്കും. ഒരു കാരണവശാലും തിരിച്ച് റിട്ടാലിയേറ്റ് ചെയ്യില്ല. കാരണം അവരുടെ ആ കമന്റുകൾ നമുക്ക് അടുത്ത പ്രഭാഷണത്തിന് വളരെയധികം വിലപിടിപ്പുള്ള ഒരു നിർദ്ദേശമാണ്, ഏത് തരത്തിലുള്ള കത്തുകളാണെങ്കിലും. അപ്പൊ അത് ചെയ്യാതെ ഭംഗിയായിട്ട് നീട്ടി വലിച്ച് കത്തെഴുതിയിട്ട് ഒപ്പിടുക പോലും ചെയ്യാത്ത, അതിനുള്ള ധൈര്യം പോലും കാണിക്കാത്ത ഭീരുക്കളുടെ സജഷൻ എന്തിനാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് എടുക്കുന്നത്? നല്ല രീതിയിൽ സജഷൻ കൊടുക്കാൻ യോഗ്യതയുണ്ടെന്ന് അവനവന് തോന്നുകയാണെങ്കിൽ ആ യോഗ്യതയുള്ളവർ ഒപ്പിടാനും ഫോൺ നമ്പർ തരാനും പേരെഴുതാനുള്ള യോഗ്യതയും കൂടി ഉള്ളവനായിരിക്കണ്ടേ? തനി പ്രേമലേഖനം പേടിച്ചെഴുതുന്ന പോലെ, അല്ലെങ്കിൽ പോലീസുകാർക്ക് അനോണിമസ് ലെറ്റർ എഴുതുന്ന പോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അനോണിമസ് ആയിട്ട് കത്തെഴുതേണ്ട വല്ല കാര്യമുണ്ടോ? ഏതായാലും അങ്ങനെയുള്ള കത്തുകൾ വായിച്ചു നോക്കുകയേ ഇല്ല. കാരണം അതിനുള്ള യോഗ്യതയുള്ളവരല്ല എഴുതുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് വളരാൻ കാരണം കുറേ പേരുടെ പ്രവർത്തനം അല്ല, ഒത്തിരി അധികം പേരുടെ മാർഗദർശനവും കൂടിയാണ്. അവര് നൽകുന്ന പരിപാടിയാണ്. ശരിക്ക് കഴിഞ്ഞ വർഷത്തെ കർക്കിടക വാവിന് 16,000 പേര് മഴുവഞ്ചേരിയിൽ വന്നിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സെന്റർ തൃശ്ശൂർ കേച്ചേരിക്കടുത്ത് വന്നിരുന്നു. ഒരാൾ കുറേ കാര്യങ്ങൾ എഴുതി. എൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടി എഴുതി. 150 പേര് താമസിച്ച് പിറ്റേ ദിവസം രാവിലെ പിതൃകർമ്മം നടത്തുന്നത് കൊണ്ട് 150 പേർക്ക് ഒരുമിച്ച് കുളിക്കണമെങ്കിൽ കുറേ നേരം കാത്തിരിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ സജഷനാണ് അൾട്രാ മോഡേൺ ആയിട്ടുള്ള 30 ബാത്റൂമുകളും അതിനോടനുബന്ധിച്ചുള്ള ടോയ്ലറ്റുകളൊക്കെ ഉണ്ടാക്കാൻ സഹായകമായത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്തു. ഓരോ സജഷനും വാല്യൂസ് ഉണ്ട്. ഒരാൾ വന്ന് പറഞ്ഞതാണ് സീലിംഗ് നടത്തണമെന്ന്. ഇപ്പോൾ മഴുവഞ്ചേരിയിലെ 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഓഡിറ്റോറിയത്തിൻ്റെ സീലിംഗ് വർക്ക് ഈ ആഴ്ച അവസാനത്തോടുകൂടി കഴിയും. ഓരോരുത്തരുടെ സജഷനാണ്. വിമർശനാത്മകമായിട്ട് സജസ്റ്റ് ചെയ്യാം, നല്ല രീതിയിൽ സജസ്റ്റ് ചെയ്യാം, പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ. പക്ഷേ ആ സജഷൻ നൽകുന്ന വ്യക്തിയുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൂടി ഉണ്ടെങ്കിൽ അതിന് യോഗ്യതയുള്ള വ്യക്തിയുടെ സജഷനാണ് എന്ന് അറിയാനുള്ള ആദ്യത്തെ തെളിവ് ഒപ്പം പേരും ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ ഫോൺ നമ്പർ കൂടി അതുകൂടി ഉണ്ടാവണം എന്നറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.